പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ക്രിസ്തുയേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷക സമൂഹമേ, ലോകമെങ്ങുമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തിരുവചനവുമായി ഒന്നിച്ചു ചേരാൻ സ്വർഗം നൽകിയ വലിയ സന്തോഷത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പപ്പായും അമ്മയും അനുജനും അനുജത്തിയും 4 മക്കളുമൊക്കെ ഉള്ളത്. അതിൽ 4 മക്കളിൽ ഏറ്റവും ഇളയ മകൾ അവളിങ്ങനെ പറഞ്ഞു തുടങ്ങി, എൻ്റെ പപ്പേ, ഈ വീട്ടിലിരുന്ന് മടുത്തു. തന്നെയല്ല, ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും ചാച്ചനെയും ഒക്കെ കണ്ട് മടുത്തു. ഒന്ന് വെളിയിലോട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാവോ? അതിനുശേഷം അവൾ പറഞ്ഞു, ചുമ്മാതെയാണെങ്കിലും എന്നെ ഈ വണ്ടിയെ കയറ്റിയിട്ട് ഒരു 4-5 കിലോമീറ്ററൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ട് വന്നാലും മതി, കുറേ മനുഷ്യരെയൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ അങ്ങനൊരവസ്ഥയിലാണ് ഇന്ന് ലോകം. അത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിൽ മറ്റു പലരുടെ പ്രശ്നം പള്ളി തുറക്കപ്പെടുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, പാപമോചനം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരു വലിയ സംശയം, വലിയ കുറ്റബോധങ്ങൾ. ചിലർ ചിന്തിക്കുന്നത്, കൊറോണ എങ്ങാനും പിടിച്ച് മരിച്ചുപോയാൽ ഞാൻ സ്വർഗത്തിലെത്തുമോ, എൻ്റെ അവസ്ഥ എന്താകും? മറ്റ് തലങ്ങളിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ, ഇടത്തരക്കാരായ ഒരുപാട് മനുഷ്യരുടെ പ്രത്യേകത, അവരുടെ ജീവിതത്തിൽ അവരുടെ വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞിരിക്കുക, എങ്ങും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഒരു കൊച്ചു കുഞ്ഞു മുതൽ പ്രായപൂർത്തിയായ മനുഷ്യർ വരെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതുപോലൊരു കാലഘട്ടം അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായത് ഇതിൻ്റെ മറ്റൊരവസ്ഥയാണ്. തങ്ങളുടെ ഗുരുവായ, തങ്ങളുടെ ദൈവമായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടെല്ലാം കഴിഞ്ഞപ്പോൾ അവരൊരു അനാഥരായി എന്നൊരു ബോധ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ക്രിസ്തു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. അവിടെ പറയാ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഒന്ന് വരണം, നിനക്ക് സാക്ഷ്യമുണ്ടാകും, നിനക്ക് ജീവിതമുണ്ടാകും. പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവേ ഒന്ന് വരണേ. ചിലർ ഒത്തിരി പരിഹാര മാർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവെ ഉജ്ജ്വലിക്കണമേ. ചിലർ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാലഘട്ടം. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷത്തോടെ ഇറങ്ങി പള്ളിയുടെ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ട് വിട്ട് കഴിയുമ്പോൾ തന്നെ കിട്ടിയ അനുഭവങ്ങളെല്ലാം തണുത്തുപോയ ഒരുപാട് അവസ്ഥകൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഇനി എവിടെ നിന്ന് വന്ന് എന്നിൽ ഉജ്ജ്വലിക്കണം. സത്യത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സ്വർഗം ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയൊരു സൗജന്യമാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് ഈ ഭൂമിയിൽ ആരുടെയും ഔദാര്യമല്ല, എന്നാൽ യേശു ക്രിസ്തു എന്ന ദൈവത്തിന് സ്വർഗം അവൻ്റെ നാമത്തിൽ അവൻ്റെ അപ്പനായ പിതാവായ ദൈവം
ഈ ഭൂമിയിലെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും വലിയ അവകാശമാണ് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ്. അവിടെ പറയുന്നതാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യവും പഠിപ്പിക്കും, എല്ലാ കാര്യവും നിങ്ങളെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു തലം, പ്രിയപ്പെട്ടവരെ, മുകളിൽ നിന്ന് ഇനി വരേണ്ട ഒന്നല്ല. കാരണം മാമോദീസയേറ്റ ഒരു മനുഷ്യന്, പരിശുദ്ധ മാമോദീസയേറ്റ ഒരു മനുഷ്യന് മാമോദീസ എന്ന കൂദാശയിലൂടെ, പരിശുദ്ധ മൂറോൻ എന്ന ആ വലിയ അഭിഷേകത്തിലൂടെ, പരിശുദ്ധ കുർബാന എന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ സ്വർഗത്തിൻ്റെ എല്ലാ ദൈവകൃപകളും ഈ ഭൂമിയിൽ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, ഇനി മുകളിൽ നിന്നല്ല പരിശുദ്ധാത്മാവ് വരേണ്ടിയത്. സത്യത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ കൂടെ തന്നെയുണ്ട്, അഥവാ നമ്മളിലുണ്ട്. അതുകൊണ്ടല്ലേ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വലിയ ബോധ്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ വലിയ ബോധ്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വചനം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കണ്ടോ, പൗലോസ് അപ്പോസ്തലൻ പറയുക, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ്, ആത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്, ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഓർക്കുക, എനിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ, ഓരോ പരിശുദ്ധമായ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവ് സ്വർഗം എനിക്ക് ശക്തമായി നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പുറപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു വചനമുണ്ട്. ആ വചനം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അവിടെ വളരെ രസകരമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ച ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ, അവൻ്റെ പ്രത്യേകത, അവൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം പറയുക, അവൻ്റെ ശരീര സ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഓർക്കുക, എൻ്റെ ഉള്ളിൽ സ്വർഗം നിക്ഷേപിച്ച പരിശുദ്ധ കുർബാനയിലൂടെ, പരിശുദ്ധ കൂദാശകളിലൂടെ സ്വർഗം നിക്ഷേപിച്ച പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തമായി ഉജ്ജ്വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലത്തെ ഒരു പ്രത്യേകത, അസാധാരണമായ അത്ഭുത പ്രവർത്തനങ്ങളുടെ ഒരു കലവറയായി ഞാൻ മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രിസ്ത്യാനി, ഈ ദിവസങ്ങളിൽ നീ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വെളിയിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് വന്ന് ഇനി നിന്നെ ഒന്നും നിറയ്ക്കാനില്ല. നിനക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗം നിനക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. ആ തന്നു കഴിഞ്ഞ എല്ലാ ദൈവകൃപകളും ഒന്ന് ഉജ്ജ്വലിക്കാൻ വേണ്ടി നീയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. അതെല്ലാം ഒന്ന് ഉജ്ജ്വലിക്കാൻ വേണ്ടി മക്കാബരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ശരിക്കും ചാരം മൂടിക്കിടക്കുകയാണ്. ചെറിയ കനൽ, ആ കനലിൽ ചാരം മൂടിക്കിടക്കുകയാണ്. ഇനി മൂടിക്കിടക്കുന്ന ആ ചാരത്തിനിടയിൽ ഒരു തരി കിടപ്പുണ്ട്, പരിശുദ്ധാത്മാവ് കിടപ്പുണ്ട്. അതിനെ എന്തു ചെയ്യണം?
ഒന്ന് ഊതണം. ഊതി 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 അതിനെ എന്താക്കാൻ പറ്റും? ഒരു വലിയ കനലാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഓർക്കണം, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കണമെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട ഒരാൾ നീയാണ്. പ്രത്യേകിച്ച് ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ വാട്സപ്പിൽ ഒരു പ്രാർത്ഥനാവശ്യം പലരും ഇങ്ങനെ ഇടാറുണ്ട്. എൻ്റെ മകൻ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിത പങ്കാളി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. സത്യത്തിൽ നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മകൻ, നീയ്, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയാൻ മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്കല്ല പ്രാധാന്യം. നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി. ഇതെന്ത് ചെയ്യണം? നിന്നിലൊന്ന് ഉജ്ജ്വലിക്കണം. അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട ഒരാളെന്ന് പറയുന്നത് നീ മാത്രമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞാനിത് നിങ്ങൾക്കെല്ലാം തന്നു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇത് നിങ്ങളുടെ മേലൊന്ന് ഉജ്ജ്വലിച്ച് കഴിയുമ്പോൾ ഇന്നലത്തെ മനുഷ്യനായിരിക്കില്ല നിങ്ങൾ. പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ പത്രോസ് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, പത്രോസിലെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനെ പിടിക്കാൻ വന്നവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ അടുത്തത് പത്രോസിന് ഇടികെട്ടുമെന്ന് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, യേശുവിനെ പോലും അറിയുന്നില്ല, തള്ളിപ്പറഞ്ഞ മനുഷ്യൻ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലങ്ങ് ഉജ്ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ആ പത്രോസ് പിന്നീട് അങ്ങ് ടോട്ടൽ ചേഞ്ച് ആകുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, എന്നിലെ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ വേണ്ടി ഞാൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്, ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് അവനവരിൽ സ്വയം ഉജ്ജ്വലിച്ചവരുടെ എല്ലാം പ്രത്യേകത, അവരെല്ലാം ലോകത്തെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, അവരൊക്കെ സ്വയം പര്യാപ്തരായിത്തീർന്നു. തന്നെയുമല്ല, അവർക്ക് കിട്ടിയ കൃപകളോ അവർക്ക് പിന്നീട് കിട്ടിയ ദൈവിക ചൈതന്യങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി ഓവർകം ചെയ്യണമെങ്കിൽ, അതിനെ തരണം ചെയ്യണമെങ്കിൽ ഞാനും നിങ്ങളും മറ്റു ഒരു മാർഗത്തിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. സ്വർഗം നമ്മളിൽ കൂദാശകളിലൂടെ നിക്ഷേപിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ നമ്മൾ തന്നെ ശ്രമിച്ചു തുടങ്ങണം, നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണം. മറ്റൊരുത്തൻ്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു തലം മാറിക്കഴിഞ്ഞു. ഓർക്കുക, നീ അങ്ങനൊരു ഒരു വെളിച്ചം, ഒരു തിരിച്ചറിവ് നിനക്ക് കിട്ടിക്കഴിഞ്ഞാലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നീ റോമ 8:11 പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്നിലുണ്ടെന്ന് ഒരു തിരിച്ചറിവ് എന്നിൽ നിറഞ്ഞു കഴിഞ്ഞാലത്തെ ഒരു പ്രത്യേകത, എനിക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റും, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ആർക്കും ആരെയും സഹായിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കൊറോണയുടെ കുറേ ശുശ്രൂഷകളൊക്കെ നടത്തി. കൊറോണ ശുശ്രൂഷകളൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ്, കൊറോണ പിടിപെട്ടോ പിന്നെ ഒരു 10 മീറ്റർ അപ്പുറേ വരെ ആൾ വരുള്ളൂ. വളരെ രസകരമായൊരു കാര്യമെന്ന് പറയുന്നത്, വലിയ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉള്ളൊരു കുടുംബം, മകന് കൊറോണ പിടിപെട്ടു, അപ്പം തന്നെ അപ്പം പേടിച്ചു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് പിടിപെട്ടു, പുള്ളിക്കാരൻ അതിഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പോൾ കൊറോണ പിടിച്ചവർ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ മാറിക്കോ, നിങ്ങൾക്കെങ്കിലും പിടിക്കാതിരിക്കട്ടെ. പക്ഷെ സംഭവിച്ചത് വലിയ അങ്കലാപ്പിലും ആകുലതയിലും എല്ലാമായി തീർന്നു. ഓർക്കണം, ഒരു ചെറിയ വൈറസ് കയറിക്കൂടി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ബന്ധങ്ങളും ആഴങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ അകലങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, ഒരാൾ ഈ ഭൂമിയിൽ മറ്റൊരാളെ ആശ്രയിച്ചാൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഈ ഒരു ചെറിയ വൈറസ് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശാശ്വതമായ
ഒരു സമാധാനം, നിലനിൽക്കുന്ന ഒരു സമാധാനം എന്നിലും നിങ്ങളിലും നിറയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും ഉജ്ജ്വലിക്കണം. അത് മുകളിൽ നിന്ന് വരേണ്ട ഒന്നല്ല, ഓൾറെഡി സ്വർഗം നമുക്ക് തന്നു കഴിഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളുടെ രീതി പരിശുദ്ധാത്മാവേ വരണമേ എന്നതിനപ്പുറത്ത്, ഓർക്കണം, റോമായിട്ട് 26 പറയുന്നൊരു കാര്യമുണ്ട്, അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കോരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ സ്വർഗം നിക്ഷേപിച്ച പരിശുദ്ധാത്മാവിനെ ഒന്ന് തിരിച്ചറിയാം. എന്നിട്ട് ആ പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്നാകാം. 1 കൊരിന്ത്യൻസ് 6 അധ്യായം 17 വചനത്തിൽ പറയുന്ന പോലെ, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഒറ്റ ആത്മാവായിത്തീരുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമുക്കൊന്ന് മാറ്റിത്തുടങ്ങാം. എന്നിലുള്ള പരിശുദ്ധാത്മാവ് ഒരു തിരിച്ചറിവാണ്, നമ്മളൊരു വിശ്വാസമാണ്. കാരണം സ്വർഗം എനിക്കെല്ലാം തന്നു കഴിഞ്ഞു. ഒരു പരിശുദ്ധ മാമോദീസായിലൂടെ സ്വർഗം എന്നെ, ഞാൻ ആരായിരുന്നാലും എന്നെ ഒരു രാജകീയ പൗരോഹിത്യ കൃപയിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കിരീടമൊക്കെ തന്ന് സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹായിൽ എന്നെ കെറ്റി മുത്തിച്ച് എനിക്ക് വിശുദ്ധ കുർബാനയാകുന്ന വലിയ രഹസ്യം എൻ്റെ നാവൽ തന്ന് ദൈവം എന്നെ കൂട്ടിക്കൊണ്ട് നടന്നതിൻ്റെ പിന്നിലത്തെ കാര്യം, നീ ഒരു സ്വയം പര്യാപ്തയുള്ള ഒരു ദൈവകൃപയുള്ള ഒരു ആളായി തീരണം എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ രക്ഷ മറ്റൊരുത്തൻ്റെ കയ്യിലല്ല. ഞാൻ ആശ്രയിക്കേണ്ടത് മറ്റൊരുത്തനെയല്ല, ഞാൻ ആശ്രയിക്കേണ്ടത് എന്നിലുള്ള പരിശുദ്ധാത്മാവിനോടാണ്. അതുകൊണ്ട് അനേകം വ്യക്തികൾ വിദേശത്തും സ്വദേശത്തും ഒക്കെ വസിക്കുന്നവർ വീടിന് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല, ബന്ധുക്കളൊരാൾ മരിച്ചാൽ പോകാൻ പറ്റുന്നില്ല, ബന്ധുക്കളൊരാളുടെ കല്യാണം ഉണ്ട് അതിനൊന്നും പോകാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കുക. എല്ലാം ഓൺലൈനായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമവും നമ്മുടെ ചട്ടവും ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവും ഒക്കെ നമുക്കൊന്ന് മാറ്റിവെക്കാം. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരരെ, എൻ്റെ ഹൃദയപൂർവ്വമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ വചനം ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ നീതിയൊക്കെ നമുക്ക് കളയാൻ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് യഥാർത്ഥ നീതിയായ ക്രിസ്തുവിനെ നമ്മുടെ ആത്മാവിൽ നമുക്കൊന്ന് സ്വീകരിക്കാം. തന്നെയുമല്ല, സ്വർഗം നമുക്ക് നൽകിയ ആ പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് കൂട്ടുകൂടി തുടങ്ങാം. ഞങ്ങൾ 10, 17, 18, 19 വർഷമായിട്ട് തൂത്തുട്ടിയിൽ തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒരു മൊണാസ്ട്രിക് ഓർഡറിലേക്കൊക്കെ മാറിയുകൊണ്ട് ഈ രണ്ട് പേരായി ഓരോരുത്തരെയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി. ഞാനും ബഹുമാനപ്പെട്ട ജോമനച്ചനും ഞങ്ങൾ ഈ മൊണാസ്ട്രിക് ഓർഡറിൽ ഞങ്ങളിപ്പോൾ ഹൈ റേഞ്ചിൽ കട്ടപ്പനയിൽ താമസിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ നിങ്ങളെ വിട്ടിരിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു വചനമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 8 അധ്യായത്തിൽ ഒരു വലിയ വചനമുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു, വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ദൈവരാജ്യം വളരണമെങ്കിൽ ചിതറിക്കപ്പെടണം. സത്യത്തിൽ ചിതറിക്കപ്പെട്ട് കഴിയുമ്പോൾ ചിതറിക്കപ്പെടുന്ന സ്ഥലത്ത് കർത്താവ് ഒരു പുതിയ ശുശ്രൂഷകളൊക്കെ ഉയർത്തും. സത്യത്തിൽ ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് എന്നൊക്കെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് പറഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞില്ല. അത് പിന്നീടാണ് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശുശ്രൂഷകൾ ആ സ്ഥലത്തെത്താനിടയായി. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഞങ്ങൾ ഈ 100 കിലോമീറ്റർ ഇപ്പറേ തൂത്തുട്ടിയിലാണ് ഇരുന്നിരുന്നെങ്കിൽ ശരിക്കും ആ ജനത്തിൻ്റെ കൂടെ അവരുടെ കഷ്ടപ്പാടിലൊന്നും പങ്കുകൊള്ളാൻ പറ്റുകയില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്,
ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പൂർവ്വ യോസേപ്പ് പറയുന്നൊരു കാര്യമുണ്ട്. അനേകരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ അധികാരിയിൽ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, നമ്മൾ അനേകം സ്ഥലങ്ങളിലേക്കെല്ലാം ദൈവ ശുശ്രൂഷകളുമായൊക്കെ മറണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളുടെയും തലങ്ങൾ, കണ്ണുകൾ തുറക്കപ്പെടാൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. കാരണം പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ചാൽ എല്ലാ പരാതികളും നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടല്ലേ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ചപ്പോൾ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, പൊന്നുമില്ല എൻ്റെ കയ്യിൽ, വെള്ളിയുമില്ല, എൻ്റെ കയ്യിൽ നസ്രാനായ യേശുവുണ്ട്. നീ എഴുന്നേറ്റ് നടക്കുക, ഒരുത്തനെ സുഖപ്പെടുത്താൻ പറ്റുന്നു. പത്രോസിൻ്റെ നിഴലടിച്ചപ്പോൾ രോഗി സുഖപ്പെടുന്നു. പത്രോസ് കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പകരുന്നു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു തലം, എനിക്ക് നിത്യരക്ഷയും എനിക്ക് കൃപാഭിഷേകങ്ങളുമെല്ലാം നിറയേണ്ടിയത് എന്നിൽ നിക്ഷേപിച്ച ദൈവകൃപയിലും തന്നെയാണ്. ആ ഒരു ചൈതന്യം എന്നിലും നിങ്ങളിലും ലോകം മുഴുവനിലും പകരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പൗരോഹിത്യ നൽവരത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് അപ്പാ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഞങ്ങളൊരു സാക്ഷ്യമുള്ളവരായി മാറണമെങ്കിൽ, ജീവിക്കുന്ന ചുറ്റുപാടിൽ വലിയ ദൈവകൃപയുള്ളവരായി മാറണമെങ്കിൽ, ഞങ്ങളുടെ ഉള്ളിൽ സ്വർഗം നിക്ഷേപിച്ച എല്ലാ പരിശുദ്ധാത്മ കൃപകളും ഉജ്ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ അപ്പനായ പിതാവായ ദൈവം ഈ ഭൂമിയിൽ നിന്നെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ, ഒപ്പം ഞങ്ങളെ സ്വയം പര്യാപ്തരാക്കാനുമാണെന്ന് ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു. ഓ ദൈവമേ, സ്വർഗത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഉജ്ജ്വലിച്ച് അനേകർക്ക് വെളിച്ചമാകാൻ, നന്മയാകുവാൻ ഞങ്ങൾക്കെല്ലാം കൃപ നൽകണമേ. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. Testimony